എവിടെയാ? തിരൂരിന്ന് വന്നതാണ്. കണ്ടോ, മരുമകളുടെ അമ്മയാണ്. അപ്പൊ അങ്ങനെ കുറെ ബന്ധങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് അമ്മ? പൊങ്കാലൊക്കെ നേരത്തെ വന്നിട്ടുണ്ടോ? എല്ലാ വർഷവും വരുന്നതാണ്. ഇത്തവണ അപ്പൊ ഒരു സ്വന്തം വീടുണ്ട് ഇവിടെ, അതല്ലേ സന്തോഷം അല്ലേ? തിരക്കെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുറച്ചുകൂടെ നിൽക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടോ? അതെ അതെ, അമ്മ ശക്തി എന്തുണ്ട്? അതെ, ഞങ്ങളും തിരൂരിന്നാണ്. തിരൂരിന്ന നല്ല ചൂടാണ്. ഞങ്ങളെല്ലാരും ഒന്നിച്ചിട്ട് ആണല്ലേ? ഓ ശരി ശരി. എന്നിട്ട് ഇന്നത്തെ തൊഴുത് കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് പൊങ്കാലയ്ക്ക് ഇടുന്നത്? പായസം മാത്രമേ ഉള്ളൂ? അല്ല, പായസമല്ല, വേറെ പൊങ്കാല ഇടുന്നുണ്ട്. വെള്ളച്ചോറ്. അതിനെയോ? മണ്ടപ്പൊങ്കാല, മണ്ടപ്പുറ്റുണ്ട്. ഈ മണ്ടപ്പുറ്റൊന്നും തലവേദനയ്ക്ക് അങ്ങനെയല്ലേ? അതിനൊക്കെ തന്നെയാണ് ഇടുന്നത്. ആണ്, തലകറക്കത്തിന് വലിയൊരു പരിപാടി. അതപ്പോ കേട്ടറിഞ്ഞ് അങ്ങനെ ഇടുന്നു. അപ്പൊ അമ്മയുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ ചെയ്താൽ നമ്മളെ അസുഖം മാറുന്നുള്ളൊരു അതെ അതെ അതെ. അപ്പൊ ആ വിശ്വാസത്തിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ക്യൂ അവിടെ നല്ല നീണ്ടു കിടപ്പുണ്ട്. കുഴപ്പമില്ലല്ലോ, നിൽക്കാം. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു. അവര് നിൽക്കാൻ തയ്യാറായി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി എത്ര മണിക്കൂർ വേണമെങ്കിലും നിൽക്കും. ഇവിടുന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ നമുക്ക് ട്രസ്റ്റിനോട് പങ്കുവെക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ക്യൂവില് കിട്ടിയാൽ അവർക്ക് നല്ലതാണ് എന്ന് അവർ പറയുന്നുണ്ട്. അത് ശരിയാണ്. കാരണം കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ അങ്ങനെ ഒരു സംഭവം കണ്ടിരുന്നു. ഇത്തവണ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ അത്രയോ ആളുകൾ ഉള്ളത് കൊണ്ടാണോ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ വരും മണിക്കൂറുകൾ, ഇപ്പോൾ രാവിലെ ആയതല്ലേ ഉള്ളൂ, വരും മണിക്കൂറുകളിൽ അത് ഏർപ്പെടുത്തുമായിരിക്കും. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റൊക്കെ SPC കുട്ടികൾ നിരവധി പേര് ഇവിടെ വന്ന് ഈ പൊങ്കാല സമയത്ത് ഇവിടെ വെള്ളം കൊടുക്കുകയും ഇവർക്ക് വേണ്ട സഹായം ചെയ്യുകയും വഴി അറിയാത്തവരെ കൊണ്ടുപോയി വഴി കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക്